നജ്മ തബ്ഷീറിലേക്ക്. നജ്മ, ഇപ്പോൾ ബിന്ദുവിനെ നേരത്തെ തന്നെ ആ കെട്ടിടാവശിഷ്ടങ്ങൾ എടുത്തു മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നുള്ള ബന്ധുക്കളും പറയുന്നത്. കാരണം 10:30 നടന്ന അപകടമാണല്ലോ, 12 മണിയോടെ തുടങ്ങുന്നുള്ളൂ. ഈ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുന്നത് 1 മണിക്കാണ്. അത് മൃതദേഹമാണോ ജീവനോടെയുള്ള ദേഹമാണോ എന്ന് ആർക്കും അറിയില്ലായിരുന്നു, പറയാൻ ഒരാളുണ്ടായിട്ടില്ല. അവിടെ ഈ തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകർ അക്ഷരം വേണ്ടിയിട്ടില്ല. മാധ്യമങ്ങൾ നാലുപാടും ചോദിക്കുന്നുണ്ട്, അവർക്ക് ജീവനുണ്ടോ, ആരാണ് അവർ, ബിന്ദുവാണോ? ബിന്ദു എന്നൊരു വ്യക്തിയെ കാണാനില്ല എന്ന് ഞങ്ങൾക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഈ ഭർത്താവിൻ്റെ ശബ്ദരേഖ ഞങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു, വളരെ മുൻപ് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. കുളിക്കാൻ പോയതാണ്, ഫോൺ എടുത്തിട്ടില്ല, കാണാനില്ല, മകൾ ഇവിടെ ഗുരുതരാവസ്ഥയിലാണ്, വരേണ്ട സമയമായി എന്ന ആ അച്ഛൻ വിഷമിച്ച് പറയുന്ന ശബ്ദരേഖ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബിന്ദുവാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. അത് ആരോട് ചോദിക്കണം? ഉത്തരവാദപ്പെട്ട ഒരാളും മറുപടി നൽകുണ്ടായിരുന്നില്ല. നജ്മ കാണുന്നില്ലേ രാവിലെ മുതൽ വാർത്ത? എന്താണ് നജ്മയ്ക്ക് മനസ്സിലാക്കാനാവുന്നത്? തീർച്ചയായും സ്മൃതി, ഇവിടെ ഒന്നാമതായിക്കൊണ്ട് 24/7 ലൈവ് ടെലികാസ്റ്റ് നടക്കുന്ന ഒരു കാലത്ത്, അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ഈ ഒരു വിഷയത്തെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ ഈ കെട്ടിടം പൊളിഞ്ഞത് മുതലുള്ള ഓരോ നിമിഷവും ഇവിടുത്തെ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെയുള്ള പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും കൃത്യമായി ആ അപകടം നടന്ന് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അവിടെ മന്ത്രിമാരെത്തുന്നു. വളരെ നല്ല കാര്യം, മന്ത്രി ആ സമയത്ത് അവിടെ എത്തുന്നു. നമ്മൾ സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത് അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നു, വലിയ രൂപത്തിൽ ഉള്ള അപകടങ്ങൾ അവിടെ ഇല്ലാതിരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും എടുക്കുന്നു എന്നൊക്കെയാണ്. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവരെത്തുന്നു, അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു. ഇങ്ങനെയൊരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനെ കുറിച്ചേ ബോധവാന്മാരാവുന്നില്ല. അവർ വളരെ കോൺഷ്യസ് ആയിരുന്നു. എന്തിനെക്കുറിച്ച്? രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചോ അവിടെ കുടുങ്ങിയ ആളുകളെക്കുറിച്ചോ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ച് പോലുമല്ല. അവർ വളരെ കോൺഷ്യസ് ആയിരുന്നത് ഇതെൻ്റെ ഇമേജിനെ ബാധിക്കുമോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചായിരുന്നു. ഇല്ല, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇവിടെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല, ഇവിടെ എല്ലാം സേഫാണ് എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു തെരച്ചിൽ സാധ്യതയെ പോലും ആദ്യഘട്ടത്തിൽ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവേണ്ടതില്ല എന്ന് ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിച്ചുകൊണ്ടാണ് മന്ത്രി അപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആർക്ക് വേണ്ടിയാണ് അവരുടെ കരുതൽ? അവരുടെ കരുതൽ അവർക്ക് വേണ്ടി മാത്രമാണ്. അവർക്ക് വേണ്ടി മാത്രമുള്ള ആ കരുതൽ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് വിലപ്പെട്ട ഒരു ജീവനാണ്. ഭാഗ്യവശാൽ ഇനിയോ അപകടങ്ങളൊന്നും ഉണ്ടായിരിക്കട്ടെ, അപകടങ്ങളുള്ള ആളുകൾ പെട്ടെന്ന് റിക്കവറി ആവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അവരുടെ കരുതൽ അപ്പോഴും അവരോട് മാത്രമാണ്. ഞങ്ങളുടെ ഇമേജിനെ കുറിച്ചുള്ള ഒരു ബേജാറ്, ആ ബേജാറിൻ്റെ മുകളിലാണ് ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം തന്നെ ഇല്ലാതാവുന്നത്, ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം തന്നെ ഉണ്ടാകുന്നത്. കൃത്യമായി കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് വീണ ജോർജിനെതിരെ, മന്ത്രിക്കെതിരെ നടത്തുന്ന എല്ലാ സമരങ്ങളും വിളിച്ചു പറയുന്നതാണ്. ഒരു കൊലപാതകത്തിൻ്റെ രക്തക്കറ, ഒരു കൊലപാതകത്തിൻ്റെ പാപക്കറ ദേ നിങ്ങളുടെ കയ്യിലുണ്ട് മാഡം എന്ന് കൃത്യമായും ഉണ്ട്. അത് ഇന്നത്തെ ഒരൊറ്റ സംഭവം കൊണ്ട് മാത്രമല്ല ഞങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലും അതിന് ശേഷം ഉണ്ടായ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അല്ലെങ്കിൽ സർക്കാർ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളുടെ ഗുണനിലവാരവും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ കേരളം വലിയ രൂപത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് എന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്. അദ്ദേഹം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിൽ മതിയായ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല എന്ന് അദ്ദേഹം ഏറ്റവും മാന്യമായ രൂപത്തിൽ എങ്ങനെയാണോ അധികാരികളെ അറിയിക്കേണ്ടത് ആ രൂപത്തിൽ അറിയിക്കുകയും ഏകദേശം 9 മാസം മുൻപ് തന്നെ ഇതേ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ട് ഈ വിഷയം ബോധിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടും യാതൊരു നടപടിയും ഇല്ലാതിരുന്നിട്ടുമാണ് ഒടുവിൽ അയാൾ മാധ്യമങ്ങളോട് ഈ വിഷയങ്ങൾ പറയുന്നത്. ആ വിഷയങ്ങൾ ജെന്യുവിനാണ് എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുകയും അതിനെ ഒരു തരത്തിലും തടയിനാടാവാത്ത രൂപത്തിൽ ആളുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ഒരു ചെറിയ പാപഭാരത്തോടു കൂടി അവർ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഏറ്റെടുത്തു. പിന്നീട് അതേ ദിവസം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ സ്റ്റേറ്റ്മെൻറ്റിനെ തള്ളി പറഞ്ഞു. അഥവാ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കേരളത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല എന്ന വാസ്തവം നിങ്ങൾ ആളുകളോട് വിളിച്ചു പറയുകയാണെങ്കിൽ പോലും അത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നതാണ്. ഇവരാരെയാണ് ഭയപ്പെടുന്നത്? ജനങ്ങളെയാണോ? ഇവരാർക്ക് വേണ്ടിയാണ് കരുതൽ നൽകുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയാലും അല്ല. പ്രതിച്ഛായയാണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അതിൽ നിന്നാണ് ഈ ചർച്ചകൾ മുഴുവനായിട്ടും ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പോലും നയിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല എങ്കിൽ ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം ഏറ്റവും കൃത്യമായിട്ട് അവർക്ക് ഏതൊക്കെ തരത്തിൽ ഇടപെടാമായിരുന്നു?
ഇത് ഡോക്ടർ ഹാരിസിന്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസാനത്തെ ഇൻസിഡന്റോ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നുണ്ടായിട്ടുള്ള ഇൻസിഡന്റോ മാത്രം ചൂണ്ടിക്കൊണ്ടല്ല ഞങ്ങൾ ഡോക്ടർ ഹാരിസിനെ ഡോക്ടർ ഹാരിസിന് പിഴവ് പറ്റിയെന്ന രൂപത്തിലുള്ള പ്രതികരണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് നജ്മ തബ്ഷീറ. ഇന്ന് രാവിലെ ഡോക്ടർ ഹാരിസ് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം തന്റെ ചുമതലകൾ അടുത്ത ആളിലേക്ക് ഏൽപ്പിക്കുന്ന കാര്യത്തിലേക്ക് വരെ തീരുമാനം എടുത്തു കഴിഞ്ഞു നിൽക്കുകയാണ്. ഇതാ വരുന്നു നടപടി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അത് കാത്തു നിൽക്കുകയാണ്. അതെ അതെ, ഓർമ്മിപ്പിച്ചതിന് നന്ദി സ്മൃതി. അഥവാ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നു, അഥവാ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സത്യമാണ് എന്ന് അറിഞ്ഞ് അത് അംഗീകരിച്ചിട്ട് പോലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് അദ്ദേഹത്തെ നിശബ്ദനാക്കണം. അതും ഇടതുപക്ഷ അനുഭാവിയായ സജീവ പ്രവർത്തകനായ ഒരു ഡോക്ടറായിട്ട് പോലും അതിലും അപ്പുറത്തേക്ക് അവരെ നയിക്കുന്നത് ഈ പ്രതിച്ഛായ എന്നുള്ള ഭയമാണ്. ആ ഭയം കൊണ്ട് അദ്ദേഹത്തെ നിശബ്ദനാക്കി മൂലക്കിരുത്താനാണ് തീരുമാനം. സമയം അനുവദിക്കുമെങ്കിൽ കേരളത്തിൽ കുറച്ച് കാലങ്ങളായിക്കൊണ്ട് മെഡിക്കൽ കോളേജുകളിൽ നടന്നിട്ടുള്ള ചില വാർത്തകൾ എനിക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാം. നമുക്കിപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ബൈസ്റ്റാൻഡറായി നിൽക്കുന്ന ഒരു വ്യക്തിയിലേക്ക് കൂടെ പോയ ശേഷം ഞാൻ ശങ്കുട്ടി ദാസിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.